നമ്മൾ താത്തിന്റെ വീട്ടിൽ നമ്മൾ അലക്കാൻ പോവാണേ. അമ്മ ദിവസമായിട്ട് ഇന്ന് നമുക്ക് അപ്പോൾ നമ്മളീ പുറകിൽ കാണുന്നതാണ് അമ്മേൻ്റെ വീട്. അതായത് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തെല്ലാം നിൽക്കാൻ വരുന്ന വീട്. ഇപ്പം താഹിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടായത്. ഓണം, വിഷു, അങ്ങനെ ഒരുപാട് ചെറുപ്പകാലത്ത് ഒരുപാട് ഓർമ്മകളെല്ലാം. അത് നമ്മൾ വെക്കേഷൻ വരുന്ന സമയത്താണല്ലോ ഓണം, വിഷു എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ. അപ്പം നമ്മളിന്ന് ഞായറാഴ്ചേൻ്റെ തലേദിവസമായതുകൊണ്ട് ഇവിടെ അലക്കാൻ വേണ്ടി വന്നതാണ്. കാരണം വെച്ചാൽ വെള്ളം അല്ല, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമാണ്. അലക്കാൻ വേണ്ടി അമ്മമ്മേന്റെ അടുത്തേക്കാന്ന് അച്ചാച്ചനുണ്ട്. അച്ചാച്ചൻ ഉള്ളിലുണ്ടാന്ന് തോന്നുന്നു. അമ്മമ്മ അവിടുന്ന് ധീരമായ വിറക് നോക്കി കൊണ്ടിരിക്കല പറമ്പെന്ന്. അത് എവിടുന്നാണ് കാണിച്ചു കൊടുക്കണം. വീട് നാമാവശേഷമാകാനായി വീടെല്ലാം. പഴയ അടുപ്പ്. ഇവിടെ ഇപ്പം അമ്മമ്മ അച്ചാച്ചൻ മാത്രമേ ഉള്ളൂ താമസം. അച്ചാച്ചൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് അമ്മമ്മ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് ഇവിടെ അത് കിണറുണ്ടായിരുന്നു. ഇവിടെ അന്നേരം എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ ഇടുന്നായിരുന്നു വെള്ളം കോരി വിമാനം പോകുന്നില്ല. വെള്ളം കോരി നല്ല സ്ഥലം, കിണറുള്ള സ്ഥലമായിരുന്നു. പിന്നെ കുറേ മാറപ്പോൾ ഇവിടെ കിണർ മൂടി കിണർ പുറകിലേക്ക് ഒഴിച്ചു. ഇവിടെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വയൽ പ്രദേശമാണ്. അവിടെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭൂമിൻ്റെ അടിഭാഗത്ത് ഒരു കിണർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമ്മളെ അമ്മമ്മ അങ്ങ് ദൂരേന്ന് വിറക് വെറുക്കുന്നു. കുന്നിൻ്റെ മേലെ എന്താ കാണിച്ചതാ ആടുന്നൊരു കരിയില പോലെ അനങ്ങുന്നുണ്ട അമ്മമ്മയത്. അപ്പോൾ അതാ വിറകുകൾ ഓരോന്ന് കൊത്തി കൊത്തി എടുത്ത് വെക്കുന്നു. പരിസരങ്ങൾ ഇതാണ്. ഇതെല്ലാം അച്ചാച്ചനിങ്ങനെ നട്ട് ഇതാക്കുന്ന വേണ്ട പുറത്തേക്കുള്ള വഴി. അത് സുന്ദരമായൊരു നടപ്പാത. നമ്മളിവിടുന്ന് പണ്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നാദം മുരളിയേട്ടനെല്ലാം കൂടി വന്നിട്ട് ഇവിടെ നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ചാനലിലുണ്ടത്. അപ്പോൾ ഇതാണ് അമ്മമ്മയുടെ തറവാട് വീട്. തൊട്ടപ്പുറത്ത് 2 വീടുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന മാമൻ്റെ. ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് +2 പഠിക്കുന്ന കാലത്ത് വരച്ചതാണ്. ടോയ്ലറ്റിൻ്റെ ഡോറിന് വരച്ചൊരു ചിത്രമായിരുന്നു. അപ്പം ഈ കുന്നിൻ്റെ മേലെയാണ് അമ്മമ്മ ഉള്ളത്. ഈ കുന്നിൻ്റെ അപ്പുറത്ത്. നീ വീഡിയോ എടുക്കുന്നുണ്ടാ? ഷഡ്ഡി കൊണ്ട് എല്ലാം ഷഡ്ഡി അടക്കണം. ഷഡ്ഡി അലക്കണം. ഇതാണ് എൻ്റെ ഒരു മാമൻ്റെ വീട്. പാഷൻ ഫ്രൂട്ട്. മാറ്റി വെച്ചോ? ഇല്ല, മൊബൈലാ മാത്രം ഇല്ലടാ. വായിക്ക് നീ നാളെ വലിയ ഫുട്ബോളിക്കാരനായിട്ട് പിന്നെ നീ ഇപ്പോഴും ഇങ്ങനെ മടി കളിച്ചാലും എന്താ ചെയ്യാ? വായിക്ക്. ഓക്കെ. മാമൻ തേപ്പിൻ്റെ പണിയെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിസൈൻ ചെയ്തെല്ലാം മാമൻ തന്നെ ചെയ്ത സ്ഥലം. വെള്ളം കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞില്ല. ഇതെല്ലാം ചെറിയ കിണറാണ്. ഇഷ്ടംപോലെ വെള്ളം.
എന്താ അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ കഥകളിലും കേൾക്കുന്ന പോലെയുള്ള വഴികളും പറമ്പും ഒക്കെ ഇതാ സംഭവം. ഇടവഴികളും നീ വരുന്നാടാ കള്ള കള്ള ഇതേതാ കള്ള? അയ്യോ കൊള്ളക്കാരൻ. അയ്യോ കൊള്ളക്കാരെ. ഏതാ കൊള്ളക്കാരന്റെ പേരെന്താ? കൊള്ളക്കാരന്റെ പേരെന്താ? അത് ശരി. ഏതൊക്കെ കൊള്ളക്കാരൻ പേര് പറയോ? അല്ല ഷാളാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടേണ്ട ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ അച്ചാച്ചനുണ്ട്. അപ്പോൾ അച്ചാച്ച പ്രഷറിൻ്റെ ഗുളിക വാങ്ങാൻ പോയി എന്നാണ് പറഞ്ഞത്. അച്ചാച്ചന് ഏകദേശം ഒരു 90 വയസ്സ്. 90 ഉണ്ടാവില്ല അല്ലേ? 90-ൻ്റെ അടുത്ത്, ഏകദേശം 90-ൻ്റെ അടുത്തുണ്ട് അച്ചാച്ച. അച്ചാച്ചൻ്റെ സ്ട്രോക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിനകത്തെല്ലാം കുറേയേറെ റെഡിയായി വന്ന്. പക്ഷെ ഇപ്പോഴും അച്ചാച്ചന് ഇവിടെ കൊത്തലും കളക്കലും ഇവിടെ പാലുണ്ടാക്കലും എല്ലാം അച്ചാച്ചൻ്റെ പരിപാടി. ഇവിടെ വെറുതെ അച്ചാച്ചന്റെ അസുഖം മാറാൻ കാരണം അച്ചാച്ചൻ തന്നെയാണ്. കാരണം അച്ചാച്ചൻ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കില്ല. എന്ത് അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല എന്നുള്ള രീതിയിലാണ് അച്ചാച്ചന്റെ. പിന്നെ അല്ല അച്ചാച്ചന് വേറെ അച്ചാച്ച ഇങ്ങനെ എല്ല് മുറിയെ പണിയെടുത്ത് വലിയവരെ തോന്നുന്നത് അങ്ങനത്തെ ഒരു സിദ്ധാന്തത്തില് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അല്ല അച്ചാച്ചനെ പണ്ട് ഇങ്ങനെ കളിയാക്കാൻ ചില ആൾക്കാരല്ല. ഓം വലിയ പണിയെടുത്തിട്ട് അപ്പൊ അന്ന് അച്ചാച്ചൻ സ്വർണ്ണമാലെല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് വലിയ സ്വർണ്ണമാല ഇട്ട് നടക്കുന്നതല്ലോ. പക്ഷെ സത്യത്തിൽ അങ്ങനെ പറഞ്ഞ ആള് മരണപ്പെട്ട്. അതതിനകത്ത് ഏറ്റവും വലിയ സംഭവം. അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആളാരാക്കറിയാം, പേരെന്നിട്ട് പറയുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ ആള് മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മേലെയായി. പക്ഷെ അച്ചാച്ചന് ഇപ്പൊ പയറുപണി പോലെ നടക്കുന്നുണ്ട്. നമുക്കാണ് പിന്നെ ക്ഷീണമേ ഇല്ല. കാരണം ഫുൾ ടൈം പണിയായിരിക്കും. വീട്ടില് ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കൂല. പൂർണ്ണമായിട്ടും കിടപ്പിലായി പോയതാണ് അച്ചാച്ചൻ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാ അതൊരു അത്ഭുതമാണല്ലോ. പൂർണ്ണമായിട്ടും കിടപ്പിലായ ഒരാള് വീണ്ടും ഞാൻ വരുമ്പോൾ വീട് തകൃതിയായിട്ട് വിറക് കൊത്തുന്നുണ്ട്, കത്തിയെടുത്ത് കൊത്തുന്നു. നമുക്ക് കാണുമ്പോൾ ഇപ്പൊ വീണ് പോകുന്നു. മര്യാദ നിൽക്കാൻ വരെ പറ്റാണ്ടാന്ന് അച്ഛൻ വിറക് കൊത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പൂച്ചയാണ്. അപ്പോൾ സുബജ അലകളെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത 2ാം ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മള് പിന്നെ ഇങ്ങനെ നമ്മൾ സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭാര്യമാരെ ഇങ്ങനെ സഹായിക്കുക, വെള്ളം വലിക്കുക, അപ്പോൾ അലക്കാനെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ളൊരു നല്ലൊരു മാതൃകയാണ്. അതെ അതെ. ആളതിനുള്ളിൽ കയറിയിട്ടുണ്ട്. അവിടെ നല്ല തണുപ്പ് കിട്ടൂടാ. തണുപ്പും കിട്ടും, അലക്കാനും നല്ല എന്ത് കോലം കെട്ടിയാലും മുടിനെ കൊണ്ട് കളിക്കേ എന്നിട്ട് അപ്പോഴത്തെ ഞാൻ പറ്റില്ല പൊട്ടിട്ടുണ്ട് കണക്ക വല്ലാണ്ട് നോക്കണം. പൊട്ടിയ വാതില് മല്ലെടുത്ത് നോക്കണം. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ എന്താ എന്റെ മനസ്സിൽ തോന്നിപ്പോയത്? ഇത് പൊടിഞ്ഞു പോവല്ലോ നിലത്തിട്ടാൽ. അതല്ല വളരെ താങ്ങിപ്പോയത്. അത് ഓറഞ്ച് ബക്കറ്റിലേക്ക്. അപ്പോൾ നമ്മൾ അലക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ തണുപ്പെന്ന് വെച്ചാൽ ശരിക്കും ഐസ് കട്ട ഒരു വെള്ളത്തിൽ ഇട്ടാലുള്ള തണുപ്പ്. ഈ ചൂട് സമയത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ മറ്റു മനസ്സിലാക്കുന്നതിൻ്റെ സുഖമല്ലേ. ഇപ്പം ചെറുപ്പത്തിൽ തന്നെ ഇവിടെ വരുന്ന നിൽക്കുന്ന സമയത്ത് വളരെ തണുപ്പ്, ഈ വെള്ളം തണുപ്പ് തന്നെയായിരിക്കും. അപ്പോൾ ഈ വെള്ളം നിറച്ച് വെച്ചിട്ട് കുളിക്കാൻ നമ്മൾ കുറേ ഒരു ഇതിൽ തയ്യാറെടുപ്പ്. ഇത് വെള്ളം മേത്ത് വയ്ക്കുന്നതിന് മുന്നേ ആകെയുടെ ഒരു മാത്രം ഇങ്ങനെ ഇതുള്ളൂ. വീട്ടിൽ നിന്ന് പക്ഷേ വെള്ളം തണുപ്പില്ല. അപ്പോൾ ആ തണുപ്പ് ഞാൻ വയ്ക്കാൻ പോകുവാണ്. ആ കാഴ്ച അതിലേക്ക് എല്ലാവരും ശ്രദ്ധ. അപ്പോൾ തണുത്ത വെള്ളം വയ്ക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ അത്യാവശ്യം എൻ്റെ അമ്മോ എന്തൊരു സുഖം എന്നറിയാം. ഈ ചൂടിൽ ഇങ്ങനെ ഈ വെള്ളത്തിൽ കുളിക്കാൻ.
കുളിസ്റ്റീന് വേറെ. അപ്പോൾ ഇതിനകത്ത് പൂച്ചനെ തല്ലാൻ വേണ്ടി വടിയെടുത്തെത്തി. ഇതാണ് നമ്മ പറഞ്ഞ നടൻ. നമ്മള് അലക്ക് കുളി എല്ലാം കഴിഞ്ഞ് ഞാൻ ഫുള്ള് കുളിച്ച് ഇവള് പകുതി ഹാഫ് കുളി ഹാഫ് ബിരിയാണി. ഇവള് തല മാത്രം കുളിച്ച്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട് എല്ലാവരും അലക്കുക അല്ലേ? ചാച്ചനടുത്തോ അമ്മേ? ആ ഗുളി കിട്ടീനെ പോലും. ആ അച്ചാച്ചൻ പ്രഷറിൻ്റെ ഗുളിക്ക് പോയാണ്, കിട്ടിയില്ലാന്ന് തോന്നുന്നു. പ്രഷർ അങ്ങനെ തന്നെയുണ്ട് ഇപ്പോൾ അച്ചാച്ചൻ. അച്ചാച്ചൻ ഇതാ ഞാൻ പറഞ്ഞ അച്ചാച്ചൻ. ആ അലക്കാൻ വന്നതാ, അലക്കാൻ. അച്ചാച്ചൻ ഒരു മാറ്റവും ഇല്ല, അതാണ് അച്ചാച്ചൻ പ്രത്യേകത. നമ്മള് വന്ന്